പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 16 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ആമേൻ കർത്താവ് ഉണർത്തിയതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരമുയർത്തി പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം വലുതാകുന്നു, എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ സ്നേഹം വലുതാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹം വലുതാകുന്നു. ആ സ്നേഹം മാറിപ്പോകാത്ത സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം എൻ്റെ അപ്പയ്ക്ക് എന്നോടുള്ളതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ എന്നോടുള്ള അപ്പൻ്റെ വലിയ സ്നേഹത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. 146 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആമേൻ. ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറയണം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക ചെയ്ത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളൊരു ഹെവൻലി എക്സ്പീരിയൻസും അറ്റ്മോസ്ഫിയറുമാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്. അതുകൊണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാൻ പഠിക്കണം. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനോട് നന്ദി പറയണം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, 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 നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി ഇന്നത്തെ പകൽക്കാലം കർത്താവ് അനുഗ്രഹിക്കണം. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. മാനസിക സംഘർഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, രോഗത്തിൻ്റെതായ എല്ലാ അസ്വസ്ഥതകളും ആമേൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് റൈറ്റ് ഷോൾഡറിന് വേദനയായിട്ട് ആമേൻ, കൈ പൊക്കുമ്പോൾ വേദന, ആമേൻ ഒരു കുത്തുന്ന വേദന അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ റൈറ്റ് ഷോൾഡറിൻ്റെ പെയിൻ മാറിപ്പോകട്ടെ. മൈൽഡ് ഹെഡേക്കിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഫിറ്റ്സ് വരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. അവർ ദൈവിക ആരോഗ്യത്തിൽ വരുവാൻ കർത്താവെ അങ്ങിട വരുത്തുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ആമേൻ, ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് കാരണമാകണം. ആമേൻ. കിങ്ഡം വലുതാകുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടു അതിനെ പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് അവർക്ക് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു ഭവനം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴി തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി വഴി തുറക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം. ആമേൻ. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ സർവീസുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ അറിയിച്ചാൽ നമുക്കത് പബ്ലിക്കായിട്ട് അത് പറയുകയും സ്തോത്രം പറയുകയും ചെയ്യാൻ കഴിയും. കർത്താവെ, ഇന്നത്തെ ഓൺലൈൻ സർവീസിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരണം, ഏറ്റവും മഹത്വപൂർണ്ണമായി തീരണം. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ചാപ്റ്റർ നമ്പർ 15:14. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ
ഈ കൊരിന്ത്യ സഭയിൽ എന്തോ അങ്ങനെയുള്ള കൺഫ്യൂഷനുകളൊക്കെ ഉള്ളപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു വാക്യം അവരോട് പറയുന്നത്. ആത്മാവിൽ പറയുക, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം എന്താണ്? വ്യർത്ഥമാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? വ്യർത്ഥമാണ്. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രസംഗവും വ്യർത്ഥമല്ല, നമ്മുടെ വിശ്വാസവും വ്യർത്ഥമല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഐതിഹ്യമല്ല, അതൊരു ചരിത്രമാണ്. ഇന്നും യേശുവിൻ്റെ കല്ലറ തുറന്നിരിക്കുന്നു. അപ്പം നമുക്ക് ഉറപ്പാണ് എന്താണ്? നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ പ്രസംഗം എന്തല്ല? നമ്മുടെ പ്രസംഗം ഒരിക്കലും വ്യർത്ഥമല്ല, നമ്മുടെ വിശ്വാസവും വ്യർത്ഥമല്ല. അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്, നമ്മുടെ വിശ്വാസം യൂസ്ലെസ് ആണ്, പ്രയോജനമില്ലാത്തതാണ്. ആമേൻ. പാപം, സിൻ ഈസ് അൺഡിഫീറ്റഡ്. ഒരിക്കലും പാപത്തെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. നമുക്ക് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:20 പറയും, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. കരമുയർത്തി ആമീൻ പറഞ്ഞാട്ടെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. അപ്പം യേശു എന്ത് ചെയ്തു? യേശു ഉയർത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രസംഗം വ്യർത്ഥമല്ല, നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ പ്രതീക്ഷ വ്യർത്ഥമല്ല, ഒന്നും വ്യർത്ഥമല്ല. അപ്പം വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കാം, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ആമേൻ, അതൊരു സ്റ്റോറി അല്ല, പിന്നെന്താണ്? അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അപ്പം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ ആമേൻ, എന്താണ്? അവൻ മരണത്തെ ജയിച്ചവൻ. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. യേശു കർത്താവാണെന്നുള്ളതിന് തെളിവാണ്. ആമേൻ, ഹല്ലേലൂയ. 2, അത് നമ്മുടെ ജയത്തെ ഉറപ്പ് തരുന്നു. പാപത്തിൻ്റെ മേൽ നമുക്ക് ജയം. ആമേൻ. ശത്രുവാകുന്ന പിശാചിൻ്റെ മേൽ നമുക്ക് ജയം, മരണത്തിൻ്റെ മേൽ നമുക്ക് ജയം. അപ്പം ആ യേശുവിനെ ഉയർപ്പിച്ച അതേ പവറാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ യേശുവിനെ ഉയർപ്പിച്ച അതേ പവർ ഇന്ന് നമ്മുടെ അകത്ത് ആമേൻ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. അതുമാത്രമല്ല, നമുക്ക് ജീവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്, അല്ലെങ്കിൽ ജീവനുള്ള ലിവിങ് ഹോപ്പാണ് യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, നിങ്ങൾ ക്രിസ്തുവിലായ ഒരു ദൈവവേദനാണോ? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ ശുശ്രൂഷയും അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്ര അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് നാമും ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് അവൻ വേഗത്തിൽ മടങ്ങി വരുന്നു. എന്തിന്? നമ്മളെ മടക്കി കൊണ്ടുപോകാൻ, അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ അവൻ വേഗത്തിൽ മടങ്ങി വരും. ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ പ്രസംഗം വ്യർത്ഥമല്ല, നമ്മുടെ പ്രത്യാശ വ്യർത്ഥമല്ല. നമ്മൾ ജയാളികളായി മുന്നേറുക തന്നെ ചെയ്യും. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ഒരു ബോധ്യത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ഒരു ജയ മനോഭാവത്തോടെ ജീവിപ്പാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പ്രത്യേക കൃപ ഞങ്ങൾക്ക് തരണം. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ വിശ്വാസം ഇന്ന് ഞങ്ങൾ വീണ്ടും യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വീണ്ടും ഒന്നുകൂടെ ശക്തിപ്പെട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. ആ ഉയർപ്പിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങൾ ആമേൻ, ആമേൻ, ശരീരത്തിലെ അവയവങ്ങളുടെ മേൽ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. എവിടെ ഞങ്ങൾക്ക് ബലഹീനതയുണ്ടോ, എവിടെ ഞങ്ങൾക്ക് ശക്തി കുറഞ്ഞിരിക്കുന്നു, അവിടേക്ക് ഉയർപ്പിൻ്റെ ശക്തിയെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എവിടെ ഞങ്ങൾക്ക് ഭയമുണ്ടോ, ആമേൻ, അവിടേക്ക് ഈ ഉയർപ്പിൻ്റെ ധൈര്യത്തെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കാരണം അങ്ങിന്നും ജീവിക്കുന്നത് കൊണ്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല, ഞങ്ങളുടെ പ്രതീക്ഷ വ്യർത്ഥമല്ല. ഞങ്ങൾ ബലവാന്മാരുടെ ശക്തരാണ്. അങ്ങനെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ഈ സന്ദേശം കേട്ട് എല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട് എൻ്റെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.